അങ്ങനെ അടുത്ത ദിവസം എത്തി. ഇതാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇവിടെയാണ് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഇവിടെ വന്നു, എല്ലാവരെയും കണ്ടു, മീറ്റിംഗ് കഴിഞ്ഞു. ഇനിയിപ്പം ഇന്നിനി വേറെ പണിയൊന്നുമില്ല. അപ്പം ഇന്നിനി ഞാൻ ഉദ്ദേശിച്ചു എന്തായാലും ചുമ്മാ കറങ്ങാം, കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. ഇത് എന്താണോ എന്തൊരു സ്റ്റാച്യു പോലത്തെ എന്തോ ആണ്. അപ്പം യൂണിവേഴ്സിറ്റി അടിപൊളി. നമ്മളിപ്പോൾ ഗോവയിലൊക്കെ പോയില്ലേ, അപ്പോൾ ആ ഒരു വൈബാണ്. മൊത്തം സ്ട്രീറ്റും കാര്യങ്ങളും, മൊത്തം ബിൽഡിംഗ് ആയാലും ഇവർ മൊത്തം കൺസ്ട്രക്ഷൻ ഈ പോർച്ചുഗീസ് ആണല്ലോ മെയിനായിട്ട് ഗോവയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീതി ഉണ്ട് ഇവിടെ. ഞാനിങ്ങനെ നടന്നു, ഇങ്ങനെ യൂണിവേഴ്സിറ്റിയൊക്കെ കണ്ടു. പിന്നെ കാലാവസ്ഥ നല്ല അടിപൊളിയാണ്. ഇന്നത്തെ നല്ല വെയിലുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം കൂടുതൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഡെയിലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥയാണ്. ഇന്നിപ്പോൾ വെയിലാണ്, നാളെ മഴയായിരിക്കാം. അപ്പം ഞാൻ വന്ന ദിവസം തന്നെ നല്ല കാലാവസ്ഥയാണ്. അപ്പം കൊള്ളാം. അപ്പം ചുമ്മാ കറങ്ങി നടക്കാൻ പറ്റിയൊരു കാലാവസ്ഥ. അങ്ങനെ വിശന്ന് ഞാൻ അവസാനം മക്ഡിയിൽ കയറി ഫുഡ് അടിച്ചു. അപ്പം ഇന്നലെ തൊട്ടൊന്നും കഴിച്ചില്ല. ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. അപ്പം ഇന്നിവിടെ കയറി ഒരു ഏതാണ്ട് 8 യൂറോസായി. കുഴപ്പമില്ല, വിശപ്പ് മാറി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത തെണ്ടിത്തിരിയലിന് പോകാൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീണ്ടും നടക്കാനിറങ്ങി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. സ്ട്രീറ്റൊക്കെ നല്ല അടിപൊളിയായതുകൊണ്ട് അങ്ങനെ ചുമ്മാ നടന്നു. ഇങ്ങനെ അവിടെ ഇവിടെ എനിക്ക് തന്നെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നടന്നു, കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഒരു ഗോവൻ വൈബുണ്ട് മൊത്തത്തിൽ. ഈ ഫ്ലോറൊക്കെ കണ്ടോ? ഫ്ലോറൊക്കെ ഇൻ്റർലോക്കാണെന്ന് തോന്നുന്നു. ഒന്നും ടാർട്ടായിട്ട് എവിടെയും കണ്ടില്ല. അങ്ങനെ നടന്നൊരു സെൻട്രൽ സ്ക്വയറിലെത്തി. ഇത് ഇവിടുത്തെ മെയിൻ സിറ്റിയാണ്. അപ്പോൾ ബിൽഡിങ്ങൊക്കെ ഉണ്ടോ, പിന്നെ അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ട്. ഞാനിങ്ങനെ നടന്ന് ഒരു സ്ഥലത്തെത്തി. സ്ഥലം മൊത്തം കാലി, ഒരു മനുഷ്യനില്ല. പിന്നെ കുറച്ച് പേരിങ്ങനെ പുല്ലിൽ കിടക്കുന്നുണ്ട്. ഇവിടെ പിന്നെ വെയിൽ വന്നാൽ പിന്നെ ആൾക്കാർ ഇങ്ങനെ വെയിൽ കായാൻ കിടക്കും. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ കണ്ടോ അവിടെ ഇവിടെയായിട്ട്. എനിക്ക് തോന്നുന്നത് പണ്ടപ്പോൾ വാറിൻ്റെ സമയത്തെങ്ങാനും ആക്കിയതാണോ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ആൾക്കാർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ അവിടെ കണ്ടോ ഒരു ദൂരെ ഒരു ഭടനാണോ രാജാവാണോ എന്നറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് ചെന്നു, ചുമ്മാ ആരാന്ന് എന്താണെന്ന് അറിയാൻ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു വല്ല ധീര യോദ്ധാവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എനിക്ക് മനസ്സിലായില്ല. ഒരു സൈനോ ഒന്നും ഉണ്ടായില്ല, പേരും ഒന്നും എവിടെ എഴുതി വെച്ചിട്ടുണ്ടായില്ല. പിന്നെ എന്തോ വാറിനെ റിലേറ്റ് ചെയ്ത് എന്തുവാന്ന് തോന്നുന്നു. വാളൊക്കെ ഉണ്ട് അങ്ങയുടെ ചുറ്റിലും. പിന്നെ ഇത് കണ്ടോ മൊത്തം കാലി. അങ്ങനെ നടന്ന് ഇതേ ഒരു നല്ല കിടിലൻ ബിൽഡിങ്. ഞാൻ വിചാരിച്ചു എന്തോ കൊട്ടാരമാണോ അല്ലെ പള്ളിയാണോ എന്നറിയില്ല. അടുത്തെത്തി നോക്കിയപ്പോൾ വീടാണെന്ന് തോന്നുന്നു. നല്ല കിടിലൻ വീട്. കുറച്ച് നേരം അതിൻ്റെ മുന്നിലിരുന്നു, കാഴ്ചകളൊക്കെ കണ്ടു. ഇനിയിപ്പം ഇതേ ചുറ്റിലും ബിൽഡിങ്, ഇതുപോലത്തെ ബിൽഡിങ് തന്നെ, നല്ല അടിപൊളി ബിൽഡിങ്. നടന്ന് ഞാൻ ഒരു സുവനീർ ഷോപ്പിലെത്തി. ഇവിടെ കുറേ സുവനീർസ് വിൽക്കുന്നുണ്ടായി. പോർച്ചുഗലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സോക്സും കുറേ മാർബിളിൽ തീർത്ത കുറേ കാര്യങ്ങളും, പിന്നെ ബാഗ്സ്, പിന്നെ ഇവരുടെ പോർച്ചുഗലിൻ്റെ തന്നെ ഷാള്, പിന്നെ പോർച്ചുഗലിൻ്റെ ജേഴ്സി, പിന്നെ കുറേ ലെറ്റർ പാഡ് പോലത്തെ കുറേ സംഭവങ്ങൾ, ടീഷർട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഞാനങ്ങനെ ഉള്ളിൽ കയറിയില്ല, പിന്നെ ഒരു ദിവസം വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് അവിടെ ഉള്ളത്.
അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ ഒരു ഗ്രോസറിയിലെത്തി. ഇന്നലെ തൊട്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായില്ല. ആകെ ഒരു റെഡ് ബുള്ളിലാണ് ഇന്നലെ മൊത്തം ദിവസം. അപ്പോൾ ഞാനിവിടെ കയറി ഇതേ റേറ്റ് കാണാം നിങ്ങൾക്ക്, 0.39 യൂറോ. അങ്ങനെ ഇതിന് വരുന്നത് 0.69. അപ്പം ഞാനൊരു 5 ലിറ്റർ വാങ്ങാമെന്ന് വിചാരിച്ചു. 1.99 യൂറോന് 5 ലിറ്റർ വാങ്ങി. അപ്പം ഒരാഴ്ചത്തില്ല, ഒരു 3 ദിവസത്തേക്കുള്ള വെള്ളമായി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഇതാണ് ഞാൻ എൻ്റെ വിൻഡോൻ്റെ വ്യൂ കാണിച്ചത് നിങ്ങൾക്ക്. അടിപൊളി വ്യൂ ആണ്. ഇത് കണ്ടോ, നല്ല കിടിലം വ്യൂ. അങ്ങനെ ചുമ്മാ കണ്ടിരിക്കാം, അങ്ങനത്തെ വ്യൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പ്രോമിസ് ചെയ്ത പോലെ നിങ്ങൾക്ക് ബാത്റൂം കാണിച്ചു തരാൻ പറ്റിയില്ല, രാത്രി ആയതുകൊണ്ട്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. അതെ, ഈ വിൻഡോ കൂടി ഒന്ന് കണ്ടോ. കണ്ടോ, നല്ല 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 കിടിലം സ്ട്രീറ്റ് വ്യൂ. ഇനി ചുമ്മാ ഇരിക്കാൻ തന്നെ അടിപൊളിയായിരിക്കും. ഇതേ ലൈറ്റ് കണ്ടോ, അതും കൊള്ളാം. ഇതാണ് ബാത്റൂം. അപ്പം കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ കൂടുതൽ വിശേഷങ്ങളായിട്ട് പിന്നെ വരാം. അപ്പം ഞാൻ എന്നാൽ ഇനി റെസ്റ്റ് എടുക്കട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.